സ്ലിപ്പ് നോട്ടിനെ കുറിച്ച് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ലിപ്പ് നോട്ട് പഠിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി വന്നിട്ട് പഠിക്കാൻ നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇതേ പോയി, സ്ലിപ്പായി പോയി, അല്ലെങ്കിൽ കടുങ്കട്ടായി. സ്ലിപ്പ് നോട്ട് ശരിക്കും ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് എത്താനായിട്ട് 1 വർഷത്തിനടുത്തോളം വേണ്ടി വന്നു. തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു സ്ലിപ്പ് നോട്ട് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ചലഞ്ചിങ് ആകണേന്ന് കുറിച്ച് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. അങ്ങനെ എൻ്റെ ആലോചനയ്ക്ക് ശേഷം ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് സ്ലിപ്പ് നോട്ട് പഠിക്കാൻ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജും അറ്റ് ദ സെയിം ടൈം ഇതിനെത്രയധികം ചലഞ്ചിങ് ആക്കി മാറ്റുന്നതും. നമുക്ക് എങ്ങനെയാണ് അത് അഡ്വാൻറ്റേജ് ആവുന്നത്? ഈ ഒരു മെത്തേഡ് എനിക്ക് വർക്ക് ആയില്ല, സോ ഐ ക്യാൻ ട്രൈ അനദർ മെത്തേഡ്. അതും വർക്ക് ആയില്ല, സോ ഐ ട്രൈ അനദർ വൺ. സോ അങ്ങനെ ട്രൈ ചെയ്ത് അവസാനം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. തുടങ്ങുന്ന ഒരാൾക്ക് ഇത് പഠിക്കാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വഴികളുണ്ടെന്ന് മേ ബി ഫസ്റ്റ് അറിയണമെന്ന് തന്നെ ഇല്ല അല്ലെ. അവരൊരു മെത്തേഡ് കാണുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള മെത്തേഡ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല. അവരവിടെ തീരുമാനിച്ചു ഈ ഒരു മെത്തേഡേ ഉള്ളൂ, എനിക്കിത് പറ്റണില്ല, എന്നെ കൊണ്ടിത് പറ്റില്ല എന്ന് തീരുമാനിക്കുന്ന ഒരാളുടെ കാര്യമാണ്. ഇനി ഇതെങ്ങനെയാണ് ചലഞ്ചിങ് ആയിട്ട് തോന്നണേന്ന് പറയാം. ഓക്കെ, എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് കൺഫ്യൂസിങ് ആണ്, ഞാൻ വേറെ ട്രൈ ചെയ്തിട്ടുള്ള പല മെത്തേഡ്സും എനിക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നു, ഇറ്റ്സ് സ്റ്റിൽ മേക്കിംഗ് മീ മോർ കൺഫ്യൂസ്ഡ് എന്നും നമുക്ക് അനുഭവപ്പെടാം. അപ്പോൾ ഒരുപാട് മെത്തേഡ്സ് പലപ്പോഴും അഡ്വാൻറ്റേജ് തരുന്നതിനോടൊപ്പം തന്നെ കൺഫ്യൂഷൻ കൂട്ടാനും ചലഞ്ചിങ്, മോർ ആൻഡ് മോർ ചലഞ്ചിങ് ആണ്. നമ്മൾ 1-2 മെത്തേഡ്സ് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മതിയായി, ഇവിടെ വെച്ച് നിർത്താം എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചലഞ്ചിങ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവണം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? സ്ലിപ്പ് നോട്ട് എങ്ങനെയായാലും നമ്മൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമുക്കത് പഠിക്കാൻ പറ്റൂല എന്നുള്ളത്. നമ്മൾ വിചാരിക്കുകയാണ് ഈ സംഭവം ഭയങ്കര പാടാണ്, ഇതെന്നെ കൊണ്ട് നടക്കില്ല, പഠിക്കാൻ പറ്റില്ല, ചലഞ്ചിങ് ആണ്, കൺഫ്യൂസിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ ഇരുന്നോളൂ. നിങ്ങൾക്ക് സ്ലിപ്പ് നോട്ട് ശരിക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു മെത്തേഡ് എന്നത് സ്റ്റാർട്ട് ചെയ്യണതല്ല. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ടു ഡു ദി സ്ലിപ്പ് നോട്ട്. ബട്ട് ബിഫോർ ദാറ്റ് വി ഷുഡ് നോ ഹൗ എ സ്ലിപ്പ് നോട്ട് ഇസ് ഗെറ്റിംഗ് ഫോംഡ്. ഇതെങ്ങനെയാണ് ഫോം ആവുന്നത് എന്ന് മനസ്സിലാക്കാതെ നമ്മളിത് ഡയറക്റ്റ്ലി ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കാം നമുക്ക് ഈ ഒരു മേജർ ചലഞ്ചിങ് ആയിട്ട് അനുഭവപ്പെടുന്നത്. ആബ്സല്യൂട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ലൈവ് സ്ട്രീമിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. ജസ്റ്റ് ഡെസ്കുമ വെച്ചിട്ട് മനസ്സിലാക്കുക, വട്ടം പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. നമ്മൾ ആ ഒരു യാൺ വലിച്ചെടുക്കുന്നത് ഏത് ഭാഗത്തു നിന്നാണ്, വലിച്ചെടുത്തതിന് ശേഷം ടൈറ്റ് ചെയ്യുന്നത് ഏത് ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് യു നീഡ് ടു ടേക്ക് ഇസ് ടു എക്സ്പ്ലോർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. എക്സ്പ്ലോർ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് സെർച്ച് ചെയ്ത് വെറുതെ കണ്ടുകൊണ്ടിരിക്കലല്ല, ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കുറച്ച് മെത്തേഡ് റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും പല ട്യൂട്ടോറിയൽസിലും, ദാറ്റ്സ് ഓക്കെ. ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ട്യൂട്ടോറിയൽസ് ആണ്, ഡിഫറെൻറ്റ് ക്രോഷേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ട്യൂട്ടോറിയൽസ് ആണ്. യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. കണ്ടു നോക്കി ഇതിൽ വെച്ചിട്ട് ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു മെത്തേഡ് ഇപ്പം നിങ്ങൾ പഠിച്ചു, അത് പിന്നെ വേറെ മെത്തേഡ് ട്രൈ ചെയ്ത് കൂടാന്ന് ആരും പറയുന്നില്ല. സോ ഇപ്പോൾ ഒരു മെത്തേഡ് വെച്ച് പഠിക്കൂ, കുറച്ച് കഴിയുമ്പോൾ ഒരു പുതിയ മെത്തേഡോ അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് സ്വിച്ച് ചെയ്യാനും പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെ. ആദ്യം പഠിച്ചിട്ടുള്ള മെത്തേഡല്ല ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൽ തന്നെ 2 വേരിയേഷൻസ് ഉണ്ട്. ഒന്ന് ഹുക്ക് യൂസ് ചെയ്തിട്ടുള്ളതും ഹുക്ക് യൂസ് ചെയ്യാതിട്ടുള്ളതും. ആദ്യം ഞാൻ ഹുക്ക് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഹുക്ക് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം അത്രയുള്ള കാര്യങ്ങൾ. ബൈ.